നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിലാണ്. അതായത് ഈ ക്ഷേത്രത്തിലോട്ട് വരുന്ന പ്രധാന വഴിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ റോഡ് ഇതിന്റെ ഒരു ദുരവസ്ഥ നിങ്ങളിലേക്ക് കാണിക്കാനാണ് ഇന്ന് തേടൈ ന്യൂസ് ശ്രമിക്കുന്നതും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ളൊരു വഴി ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു കുണ്ടും കുഴിയും ചാടി വേണം ഈ ഒരു ഭാഗത്തോട്ട് ആളുകൾ എത്തിച്ചേരാന്. മാത്രമല്ല അടുത്ത ദിവസം മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണത്തിനായും ആളുകൾ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ആ ഒരു സമയത്തെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു വാട്ടർ സപ്ലൈ വാഹനം ഇതിലെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഭാരം കൂടിയ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും എല്ലാം തന്നെ ഈ ഒരു റോഡിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. പ്രധാനമായും ഇതിന്റെ അപ്പുറത്തോട്ടാണ് നമുക്കൊരു അറിയാൻ സാധിക്കും BJP ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല ക്ഷേത്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ടടുത്താണെങ്കിൽ തന്നെ മീനച്ചിലാർ ഇവിടെ ഒഴുകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ തന്നെ വളരെയധികം അല്ലെങ്കിൽ റോഡ് തോടാകുന്ന ഒരവസ്ഥയാണ്. വളരെയധികം വെള്ളക്കെട്ടും ഈ കുണ്ടും കുഴിയിലും എല്ലാം ചാടി തന്നെ വേണം ആൾക്കാർ ഈ ഒരു ഭാഗത്തോട്ട് എത്തിച്ചേരാന്. ഇവിടെ പ്രധാനമായും അധികം ആൾതാമസമുള്ളൊരു ഏരിയ നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതുമാത്രമല്ല ഈ ഒരു അമ്പലവും BJPയുടെ ജില്ലാ ഓഫീസുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇതിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ അവസ്ഥയാണ് ദുരവസ്ഥ എന്ന് പറയാൻ പറ്റുന്നത്. ഇതിലോട്ട് എത്തണമെങ്കിൽ നടുവൊടിഞ്ഞു വരേണ്ട ഒരു ഇപ്പൊ പല ആവർത്തിയായിട്ടും ഇവിടെയുള്ള കോട്ടയം നഗരസഭയിലാണെങ്കിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ ഇതുവരെയും ഒരു മറുപടി അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. അതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നമുക്കിപ്പോ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കർക്കിടക വാവുബലി, അതായത് ഞാൻ മുമ്പേ പറഞ്ഞു ഇവിടെ ആളുകൾ അടുത്ത ദിവസം മുതൽ ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ ഇവിടെ ബലിതർപ്പണത്തിനായി ആളുകൾ എത്തിച്ചേരുന്നതാണ്. അനേകായിരം ആളുകൾ ഈ ഒരു പരിപാടിക്കായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ആ ഒരു സമയത്താണ് കോട്ടയത്തെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിന്റെ വരുന്ന വഴി ഇത്രയും ശോചനീയ അവസ്ഥയിൽ നിൽക്കുന്നത്. എന്നാൽ ഈ അമ്പലത്തിന്റെ ദേവസ്വം കമ്മിറ്റി അംഗങ്ങളാണെങ്കിൽ തന്നെയും ഇവിടെയുള്ള മറ്റാളുകൾ തന്നെയാണെങ്കിലും പല ആവർത്തി ഈ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും പരാതികൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ട് കൂടി അവർ ഒരു നടപടിയും ഇതിൽ സ്വീകരിച്ചിട്ടില്ല. കാലങ്ങളായി തന്നെ ഇത് അതുപോലെ തന്നെ തുടരുകയാണ്. നമുക്കിനി ഇവിടെയുള്ള ഈ ദേവസ്വം കമ്മിറ്റി അംഗങ്ങളോട് തന്നെ ഒന്ന് ബാക്കി കാര്യങ്ങൾ വിശദാംശങ്ങളൊന്ന് ചോദിച്ചറിയാം. അവർക്ക് എന്താണ് അവർ കൊടുത്ത പരാതിയിൽ എന്താണ് ഇതുവരെയും എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് അറിയാം. നമസ്കാരം സാർ. ഈ ഒരു റോഡിനെ പറ്റി പരാതി കൊടുത്തിട്ട് എന്തായിരുന്നു? ഒരു പരാതി ആരും അതിന് ഒരു പരിഹാരവും കാണുന്നില്ല. ഇത് കോട്ടയത്തെ വളരെ പ്രസിദ്ധമായ, കോട്ടയത്തെ നിന്നല്ല കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ വാവുബലി, കർക്കിടക വാവുബലി 10,000 പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അതും ഉടനെ നടക്കാനിരിക്കുകയാണ്. ആ ഘട്ടത്തിലും ഈ റോഡ് ഇതുപോലെ താറുമാറായി കിടക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. അത് അറിയിച്ചിട്ട് ഉന്നതങ്ങളിലൊക്കെ അറിയിച്ചിട്ടും യാതൊരു വിധമായ പരിഹാരവും കാണുന്നില്ല. അതുകൊണ്ടാണ് നഗരസഭയിലും നഗരസഭാ കൗൺസിലേറ്റിലും എല്ലായിടത്തുമാണ് പറയുന്നത്. എത്ര നാളായി റോഡ് പോയപ്പോ തൊട്ട് പറഞ്ഞതാ? ഒരു വർഷത്തിന് മേലെ. കഴിഞ്ഞ ഉത്സവം നടക്കുമ്പോഴൊക്കെ ഇത് വല്ലാതെ കിടക്കാം. കഴിഞ്ഞ ഉത്സവം നടക്കുന്ന സമയത്ത് ഇത് വല്ലാതെ കിടക്കുന്നു. പിന്നെ BJPയുടെ സെൻട്രൽ ഓഫീസ് ഇവിടെയാണ് കോട്ടയത്തിന്റെ. അവരും ഇതിനുവേണ്ടി ഒത്തിരി നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കൗൺസിലർമാർ ഒന്നും അനങ്ങുന്നില്ല. ചെയർപേഴ്സന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ പ്രസിഡന്റാണ് സാറും സെക്രട്ടറിയും ഞങ്ങളെല്ലാം കൂടെ പുള്ളിക്കാരത്തിലേക്ക് പറഞ്ഞു. അപ്പൊ ഉത്സവത്തിന് മുമ്പായിട്ട് അവിടെ എന്തേലും പാച്ച് വർക്കെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു തീരുമാനമായിട്ടില്ല. ഈ വശവും ആ വശവും നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ ശിവഗിരി തീർത്ഥാടനം നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു നവംബർ മുതൽ ശിവഗിരിയിലേക്ക് പോകാൻ ദൂരെ നിന്നെല്ലാം വാഹനങ്ങൾ വരും. ആ വാഹനമൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും കൂടുതൽ കല്യാണം നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണം ഉള്ള ഒരു ക്ഷേത്രം ഇതേ ഉള്ളൂ. ഒരു 1000-400 പേര് എല്ലാ ദിവസവും ഉണ്ട്. മാസബലിക്ക് വരുന്നവരാ. ഇവരുടെ എല്ലാ വാഹനങ്ങൾ വരുമ്പോൾ അവര് വേറെ ആരോടും പറയുന്നില്ല. ഇവിടെ വന്ന് ഈ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഒക്കെയാണ് ക്ഷേത്രം പറയുന്നത്. ഇങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ മഴക്കാലം വെള്ളം കെട്ടി നിൽക്കുക. അതിന്റെ കൂടെ ഈ അവിടുന്ന് വെള്ളം എടുക്കുന്ന വണ്ടിയിൽ നിന്ന് വരുന്ന വെള്ളം കൂടെ ഒഴുകി പോരുക. ഈ ഭാഗത്തെ വീടുകളിൽ ഇപ്പൊ തിരക്കിയാലും നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. വീടുകാരൊക്കെ ഇങ്ങനെ
നീന്തിയാ പോകണം. ഇവിടുത്തെ ഞങ്ങളുടെ പിന്നെ പാചകം ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയൊക്കെ വീട്ടിലോട്ട് രാത്രി പോകുന്ന ടോർച്ചൊക്കെ ആയിട്ടാ എന്നുവെച്ചാൽ നീന്തിയാ പോകുന്നത്. 2 മഴ പെയ്താൽ നിങ്ങൾക്ക് വന്ന് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. മഴക്കാലത്ത് തന്നെ വരുന്നത് അറിയാം. മഴക്കാലത്ത് വെള്ളം കിടക്കുക, പ്രത്യേകിച്ച് 2 വീലറുകാർ വരുമ്പോ ഉണ്ടല്ലോ, അവർക്ക് ഇത് റോഡാണെന്ന് വിചാരിച്ച് ഈ വലിയ ഗർത്തത്തിലേക്കാ പോകുന്നത്. അവരവിടെ പോയി വീഴുക. ആൾക്കാരെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കണ്ടെങ്കിൽ അവരാ പോയി പൊക്കിയെടുക്കുന്നത്. ശരിക്കും നല്ല അവരുടെ വസ്ത്രങ്ങളെല്ലാം ചീത്തയായി പോകും. ഇവിടെ നല്ലൊരു പുണ്യ കർമ്മം ചെയ്യാൻ വരുന്നതാ. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മേലധികാരികളെ നേരത്തെ തന്നെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്ന് നമുക്ക് അറിയണം. ഈ പറയുന്ന 3-ാം തീയതി, ഈ വരുന്ന 3-ാം തീയതി ബലിതർപ്പണത്തിന് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഏകദേശം 10,000 പേരോളം ഇവിടെ പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലായി വരും. ഇവരെല്ലാം ഈ പറഞ്ഞ പ്രത്യേകിച്ച് 2 വീലറെ വരുന്നവര്, 4 വീലറെ വരുന്നവർ വീഴുകയല്ല, 2 വീലറെ വരുന്നവർ ഭയങ്കര അപകടം. പ്രത്യേകിച്ച് പ്രായമായവരൊക്കെയാണ് ബലിയിടാൻ വരുന്നത്. അറിയാമല്ലോ, കൊച്ചു പിള്ളേരൊന്നും ആയിരിക്കത്തില്ല മിക്കവാറും. അവരൊക്കെ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ മേലധികാരികളെ എല്ലാം അറിയിച്ചിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. മുൻകൂട്ടി പറയുന്നത് ചെയ്തില്ലെങ്കിൽ ഇനി വരാൻ വരുന്ന ഇവിടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്കെല്ലാം ഈ ഭരണാധികാരികളായിരിക്കും ഉത്തരവാദികളെന്ന് പറയാൻ ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുകയാണ്. അവരെന്തോന്നാ ഫണ്ടില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു? ചെയ്യാം എന്നാ പറയുന്നത്. എല്ലാം ചെയ്യാമെന്നാ പറയുന്നത്. ഒന്നും അത് തന്നെയല്ല, അങ്ങനത്തെ അതേ ലൈറ്റ് ജംഗ്ഷനിലുണ്ട്. ഇതുവരെയായിട്ട് ലൈറ്റ് കത്തുന്നില്ല. രാത്രിയിലൊക്കെ ഇവിടുത്തെ മേൽശാന്തിയാണ് അദ്ദേഹത്തിന് കൂടുതൽ കാണുന്നത്. അവരൊക്കെയാണ് ഈ വീടുന്നവരൊക്കെ രക്ഷപ്പെടുത്തുന്നത്. നമുക്ക് ആ മേൽശാന്തിയോടും കൂടെ ചോദിച്ചു നോക്കാം, അദ്ദേഹം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. ഇല്ല, പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ചപ്പെട്ട പോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ എത്തുന്ന ആയിരക്കണക്കിനായ ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വഴിയാണ്. ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർമാരോട് ഈ അടുത്തുള്ള രേഖാമൂലം പരാതി കൊടുത്തു, ചെയർപേഴ്സണ് കൊടുത്തു. ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒരു വർഷമായി കാത്തിരിക്കുക. ഇനിയിപ്പോ നമ്മുടെ ഇവിടുത്തെ യൂത്ത് മൂവ്മെന്റ് ആഭിമുഖ്യത്തില് പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് കിടക്കാനുള്ള തീരുമാനം കൂടി പ്രാദേശിക നേതാക്കന്മാരോട് പറയുന്നു. ഇവിടെ മുനിസിപ്പൽ ഭരിക്കുന്നത് UDF ആണല്ലോ. അപ്പൊ അതിന്റെ നേതാക്കന്മാരോടൊക്കെ പറയുന്നു. ഇവിടെ വരുമ്പോൾ കോട്ടയത്തെ MLA പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ നടത്തിയിട്ട് ഒരു കാര്യവും നടക്കാത്ത സാഹചര്യത്തില് യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ പ്രത്യക്ഷ സമരപരിപാടി ആരംഭിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ജോർജ് കുര്യന് അദ്ദേഹം ഇന്നലെ ഇവിടെ ഈ വഴിയെ വന്നിരുന്നു. അപ്പൊ തിരക്ക് കാരണം സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല. ശരി, നമുക്ക് ഈ ഒരു മേൽശാന്തിയോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം, അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ദൃക്സാക്ഷിയായിട്ടുള്ളതാണോ എന്ന്. എന്തെങ്കിലും അപകടമൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ നാഗമ്പടം ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇപ്പം ഈ വഴി വളരെ പ്രധാനമാണ്. കാരണം ഒരുപാട് തീർത്ഥാടകര് ഇവിടുത്തെ ശിവഗിരി തീർത്ഥാടനമനുബന്ധിച്ചും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കർക്കിടക വാവുബലിയാണ്. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് കർക്കിടക വാവുബലി. ഇവിടെ ഏകദേശം ഒരു 10,000 ആൾക്കാർ ഈ മീനച്ചിലാറിന്റെ തീരത്തിൽ വന്ന് ബലിതർപ്പണം ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷവും എല്ലാ വർഷവും ആൾക്കാർ കൂടി വരാറുണ്ട്. ഈ വർഷവും എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആൾക്കാർ വരും. അപ്പം അവരുടെ ഈ ഒരു വഴിയാണ് നമ്മൾ ഈ മണപ്പുറത്തേക്ക് വരാനുള്ളൊരു വഴി എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ശോചനീയമാണ്. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് വളരെ തടസ്സങ്ങൾ ഉണ്ട്. വാഹനം കൊണ്ടുവരുന്നതിനും പിന്നെ മഴക്കാലം ആയി കഴിഞ്ഞാൽ അതിനകത്തെല്ലാം കുഴിയിൽ വെള്ളം നിറഞ്ഞിട്ട് ആൾക്കാർ വീഴുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ. അതായത് ഇപ്പൊ നമ്മളോട് ഇവിടെ ചേർന്നിരിക്കുന്ന ഈ ഒരു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ മേൽശാന്തിയും എല്ലാം തന്നെ പറയുന്നത് ഒരു കാര്യമാണ്. ഇവിടെ അടുത്ത ദിവസം, അതായത് 2024 ഓഗസ്റ്റ് 3-ന് ഇവിടെ കർക്കിടക വാവുബലി ബലിതർപ്പണം നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അനേകായിരം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ആ ആളുകൾക്കെല്ലാം തന്നെ വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാനും അവർക്ക് ബലിതർപ്പണം കഴിഞ്ഞ് തിരിച്ചു പോകാനുമുള്ളൊരു സൗകര്യം ഉണ്ടാവണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാലങ്ങളായി പലരോടും, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ MLA ഉൾപ്പെടെ ഒരുപാട് ആളുകളോടും നഗരസഭയോടും എല്ലാം തന്നെ ഇവർ രേഖാമൂലം പരാതി പറഞ്ഞിട്ടും നിവേദനം സമർപ്പിച്ചിട്ടും ഇതുവരെയും ആ ഒരു കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. അവരെല്ലാം തന്നെ പരസ്പരം കൈയൊഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒരു വർഷത്തിന് മുകളിലായി ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നു. അത് മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെടുന്നതെന്നും പറയുന്നു. ഇപ്പോൾ 2 ദിവസമായി മഴ ശമിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ആ റോഡ് ഒരു തോടിന്റെ സമാനമായ അവസ്ഥയിൽ നമുക്ക് കാണാനും സാധിക്കുമായിരുന്നു. ആ ഒരു റോഡിനകത്ത് വീഴുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ കൂടുതലാണ്. അത് മാത്രമല്ല, ഇവിടെ എത്തുന്ന പ്രായമുള്ള ആളുകൾ, വയോധികരായിട്ടുള്ള ആളുകൾ ഈ അമ്പലത്തിലോട്ട് എത്തുന്ന അവർക്കും വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു റോഡിന്റെ ശോചനീയാവസ്ഥ മാറി അത് ഗതാഗത യോഗ്യമാക്കട്ടെ എന്ന് നമുക്ക് പറയാം. കോട്ടയം നാഗമ്പട ക്ഷേത്രത്തിൽ നിന്നും തേടായി ന്യൂസ്.